നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സാർ, ശരിക്കും പ്രാർത്ഥിച്ചോ നീ? സാർ, എന്താണോ ഇത്? എന്തോ മയക്കുമരുന്നാന്ന് തോന്നുന്നു. അത് ശരി. അപ്പൊ ഇതാണല്ലേ നിന്റെ ബിസിനസ്? നിന്നെ ഒരു 10 കൊല്ലം ജയിലിനകത്തിടാൻ ഇത് തന്നെ ധാരാളം. പിന്നെ മിന്നൽ രാജുവിന്റെ കൊലപാതകം എല്ലാം കൂടി മിനിമം ഒരു 10-20 കൊല്ലം നീ ജയിലിനകത്ത് കിടക്കും. അച്ഛനോടും അമ്മയോടൊക്കെ യാത്ര പറഞ്ഞു വന്നോ. നമുക്കിനി നേരെ ജയിലിലോട്ട് പോവാം. ഞാൻ ഇവിടെ ഒരു മയക്കുമരുന്നും കൊണ്ടുവച്ചിട്ടില്ല. പിന്നെ ഇത് നിന്റെ മറ്റവൻ കൊണ്ട് വെച്ചാണോടി? സർ, കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നോ? മയക്കുമരുന്ന് കച്ചവടക്കാരി. സർ, എന്നെ അങ്ങനെ വിളിക്കരുത്. പിന്നെ നിന്നെ ഞാൻ എന്ത് വിളിക്കണം? IPS കാരിയെന്നോ? അതൊക്കെ ഇന്നത്തോടെ അവസാനിപ്പിച്ചു ഞാൻ. ഇനി നിനക്ക് അകത്ത് കിടക്കാം. കൊണ്ടുവാടോ ഇവിടെ. കണ്ടില്ലേ നിന്റെ ഭാര്യയുടെ കച്ചവടം? മയക്കുമരുന്നാ. ഇനി ഇവളെ രക്ഷപ്പെടുത്താൻ നിനക്കെന്നല്ല ആർക്കും കഴിയില്ല. എന്നെ വെല്ലുവിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇനിയൊരു കാര്യം ചെയ്യ, ഭർത്താവിനോടും അനിയത്തിയോടും ഒക്കെ നല്ല സലാം പറഞ്ഞിട്ട് പോരെ. ജയിലിൽ വന്ന് ഇവർക്കെപ്പോഴും കാണാൻ കഴിയില്ലല്ലോ. അത് ശരിയാ. ഇവരെന്നെ ജയിലിൽ വന്ന് ഒരിക്കലും കാണേണ്ടി വരില്ല. ഞാൻ എന്നും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും. കാണാം. എന്നാ പിന്നെ ഇറങ്ങിയേക്കാം. നടക്ക്. കേറ്. ഹലോ സാറേ. അരുൺ സാർ പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ അവരിതുവരെ വന്നിട്ടില്ല. എനിക്ക് അയച്ചിട്ടുണ്ടോ? ശരി, ഞാൻ നോക്കിക്കൊള്ളാം സാർ. ഓക്കെ സാർ, അത് ഞാൻ ഏറ്റു. വക്കീല. ഹലോ സാറേ. രൂപേഷ്, നിങ്ങൾ എവിടെയാ? സാറേ, ഞങ്ങളാ ജീപ്പിന്റെ പിന്നാലെ തന്നെ വന്നോണ്ടിരിക്കുക. അരുൺ സാർ വന്നോ? ഇല്ല, സാർ ഇതുവരെ വന്നിട്ടില്ല. അയ്യോ. അത് പേടിക്കണ്ട, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ വേഗം വാ. ഇറങ്ങിണ്ടോ? ശരി സാർ. ഇങ്ങോട്ട് ഇറങ്ങ. നടക്ക്.
നടക്കങ്ങോട്ട്. നിന്റെ IPS മോഹത്തിന്റെ ശവമടക്കം ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത്. കൊലക്കേസ് മാത്രമല്ല, ഇപ്പൊ മയക്കുമരുന്ന് കേസിലും നീ പ്രതിയാ. ഇന്ന് തന്നെ നിന്നെ റിമാൻഡ് ചെയ്ത് ജയിലിൽ എത്തിച്ചിട്ട് ഞാൻ തിരിച്ചു പോവും. അതെന്റെ വാശിയാണ്. സാറിന്റെ വാശിക്ക് അധികം ആയുസില്ലല്ലോ സാറേ. കാണാം. എന്താ വക്കീലേ, കോടതിക്ക് മുന്നിൽ ബലപ്രയോഗത്തിന് വല്ല ഉദ്ദേശമുണ്ടോ? താനല്ല, ഏത് കൊടി കെട്ടിയ വക്കീൽ വിചാരിച്ചാലും ഇവളെ ഇനി രക്ഷിക്കാൻ കഴിയില്ല. ഒരു വക്കീലും വേണ്ട സാറേ. ദർശനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകും. സാറ് തന്നെ ദർശനെ ഞങ്ങൾക്ക് വിട്ടുതരും. ഇവിടെ ചെറുക്ക, നീ എന്നോട് കളിക്കല്ലേ. സാറിനോട് കളിച്ച് ജയിച്ചിട്ട് തന്നെയാ സാറേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് പക്ഷെ എന്റെ ബുദ്ധിയല്ല, ദർശനയുടെ ബുദ്ധിയാ. പിന്നെ ഇവര് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കാ എന്നെ കൊണ്ടുപോകുന്നത്. അവിടെ ഇവരെന്തെങ്കിലും ഒപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തടയാനുള്ള സാധ്യതകൾ നോക്കിക്കോണം. ഇവരുടെ ഓരോ മൂവ്മെന്റ്സും ഇവരറിയാതെ മൊബൈൽ ക്യാമിൽ ഷൂട്ട് ചെയ്യണം. പിന്നെ ഇവര് സാറിന്റെ തലയേക്കാൾ നല്ല ഒന്നാം തരം പോലീസ് ബുദ്ധിയാ. എല്ലാം സെറ്റ് അല്ലേ? എല്ലാം സെറ്റ്. എന്നാ വാ. ഓക്കെ ബോസ്. ഓക്കെ അല്ലേ? മതി. അധികം സസ്പെൻസ് ഒന്നും വേണ്ട രൂപേഷ് ഏട്ടാ. ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ കൊണ്ടുവരണം. ഓക്കെ ശരി സർ. ശരിക്കും പ്രാർത്ഥിച്ചോ നീ? സാർ, എന്താണ് ഇത്? എന്തോ മയക്കുമരുന്നാന്ന് തോന്നുന്നു. ഇവരെന്നെ ജയിലിൽ വന്ന് ഒരിക്കലും കാണേണ്ടി വരില്ല. ഞാൻ എന്നും ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവും. കാണാം. ഞങ്ങൾ അരുൺ സാറിന് ഒരു വീഡിയോ അയച്ചു കൊടുത്തായിരുന്നു. അരുൺ സാർ ആ വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ കണ്ടു. അതൊരു നല്ല തെളിവാണ്.